പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിപ്പിൻ. സഭാജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞാൽ ഒരാളെ സഭയിലേക്ക് കൊണ്ടുവരാൻ എത്ര പ്രയാസമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ അഭയം തേടി സഭയിൽ വന്നു. അവൻ്റെ നേരെ വേറൊരുത്തൻ വിരലി കൊണ്ടരുത്, മസിൽ പവർ കാണിക്കരുത്, ചവിട്ടി പുറത്താക്കരുത്, കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ണു തുറന്ന് വയ്ക്കരുത്. മറിച്ച് അവൻ എന്താണ് ആവശ്യമെന്ന് അറിയാൻ അതിനുവേണ്ടി നീട്ടാൻ നിന്റെ കൈ ഉപയോഗിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടാൻ നിന്റെ കാലിനെ ഉപയോഗിക്കുക. പ്രശ്നങ്ങളെ കാണാൻ ബലഹീനതയുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നീ കണ്ണു തുറന്ന് വയ്ക്കുക. അങ്ങനെ ചെയ്താൽ ദൈവം നിന്നെ ഭൂമിക്കൊരു ഉപ്പാക്കി മാറ്റും. അതെ, നിങ്ങൾ പരസ്പരം സഭാജീവിതത്തിൽ ഉപ്പുള്ളവരായിരുന്നാൽ, സ്നേഹമുള്ളവരായിരുന്നാൽ എന്ന് പറയുക, സമാധാനമായിട്ട് ഇടപെടുന്നവരും മധുരമായിട്ട് സൗമ്യതയോടെ സംസാരിക്കുന്നവരുമായിരുന്നാൽ കൈ നീട്ടുമ്പോൾ തന്നെ ആൾക്കാർക്ക് സൗഖ്യം കിട്ടും. നിങ്ങളുടെ സുവിശേഷം പറയുവാൻ ലോകരാജ്യങ്ങളിൽ ഓടിക്കും. മനോഹരമായ വെളിപ്പാടുകളെ കാണിക്കും. കാരണം കർത്താവിന് ഇഷ്ടമാണ് സ്നേഹം. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുവിൻ.